शायद ना। മനസ്സിലാക്കി തരാം, കുറച്ച് ദിവസം കൂടെ കഴിയട്ടെ. മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് എന്റെ ചേട്ടൻ അഡ്വക്കേറ്റ് ദാമോദരനെ ഇങ്ങോട്ട് അയക്കാൻ ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. എന്താ കൊച്ചു കുഞ്ഞോടെ മാതിരി? എന്താ ഇത്? കരയായിരിക്കും. അല്ല, യഥാർത്ഥത്തിൽ അവന്റെ പേരെന്താ? എനിക്ക് അവന്റെ പേരിൽ ഇപ്പോ ഗുരുവായൂരിൽ പുഷ്പാഞ്ജലി കഴിപ്പിക്കാനാ, അതിനു വേണ്ടിയാ. പിന്നെ വക്കീല് പുതിയൊരു വർത്തമാനം പറഞ്ഞു. നമ്മുടെ കള്ളൻ കൃഷ്ണക്കുറുപ്പിന്റെ മകൾ. അവന് ഞാൻ തട്ടിക്കോളാം. ഒല്ലോ കൊല്ലുകയൊന്നുമില്ല, അവനെ കെണി വെച്ച് പിടിച്ച് സാറിന്റെ കാലിൽ കൊണ്ടിട്ടേ. അപ്പൊ എനിക്ക് സന്തോഷം. തിങ്കളാഴ്ച ക്ലാസ് ടെസ്റ്റാ. ആ, അതിലും വലിയ ടെസ്റ്റ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നീ ചെന്ന് ചായ കൊണ്ടു കൊടുക്കച്ചല്ലേ. ആ നാടകം കളിക്കാൻ വന്ന അവൻ കുറച്ച് നാടകം കളിക്കുന്നു വെച്ച് നിനക്കെന്താ ഛേദം? ഞാനൊരു ഭാരമാണെന്ന് തോന്നുമ്പോ പറഞ്ഞാൽ മതി, എവിടെയെങ്കിലും പോയി വല്ല ജോലി എടുത്ത് ജീവിച്ചോളാം. എന്നാ ये वही है अभी ना। इसको चाय देने के लिए बोला था कि इसके समय रहना उसका बेटा। രാവിലെ ചായ മാത്രമേ ഉള്ളോ? കഴിക്കാൻ എന്താ മിണ്ടത്തില്ലേ? ഓ, മിണ്ടലെന്ന് മോളിൽ നിന്ന് ഉത്തരം. ये बोल क्यों नहीं कुछ? ഓ, അത് ശരി, പൊട്ടയല്ലേ? ഞാനും വിചാരിച്ചു ഇത്രയും സൗന്ദര്യമുള്ള. जानबूझ के नहीं बोल रही हो। ये इसको मेड समझ रहा है। 350 എനിക്ക് എന്തോ കിട്ടും. मैं बोल ही नहीं रही कुछ। അധിക നേരം ഇവിടെ തന്നെ എനിക്ക് വല്ലതും തോന്നുമ്പോ ചില वो शायद ये सोच रहे हैं कि कितना अच्छे से वो कर रहा है, एक्ट कर रहा है। शायद वो ये सब सोच रही होगी। അളിയാ, നീ ഇവിടെ നീ ഇതുവരെ രക്ഷപ്പെടില്ലേ? കഷ്ടം. ഞാൻ കാര്യമായിട്ട് ചോദിക്കുക, വെറും ഡൂക്കിരിയായി നടന്ന നീ ഈ 3 സ്റ്റാർ ഹോട്ടൽ എങ്ങനെ റൂം എടുത്തു? ഇതെന്തൊരു അത്ഭുതം. എന്റെ ശരിക്കുള്ള अब वेटर की जॉब कर रहा है ना ये। അതെങ്ങനെ നീ എപ്പോഴാ ലീഗലായത്? ഇത് അതുപോലെയല്ല, ഇതിനകത്ത് സാധനമുണ്ട്. അപ്പൊ പഴയ ഫ്രാഡ് പരിപാടി തന്നെ. എന്റെ പൊന്നളിയാ, നീ എന്നെ എങ്ങനെ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് അത് മറക്കണം. രക്ഷിക്കാമടേ, ഞാൻ ചില പദ്ധതികളൊക്കെ അവൻ തന്നെ ആ കോമൻ ഇഹലോകവാസം വെടിഞ്ഞു കഴിഞ്ഞാൽ സ്വത്തല്ല അവന്റെ മകളുടെ പേരിലാവും. പിന്നെ പ്രശ്നമില്ല. കുറുപ്പ് ചെത്താൽ കുറുപ്പിന്റെ മകളുടെ പേരുള്ള സ്വത്ത്. അങ്ങനെ കുറുപ്പറിയാതെ അയാളുടെ മകളുടെ ഒപ്പം മുദ്രപത്രത്തിൽ വാങ്ങിച്ചു. ആ മുദ്രപത്രം എന്റെ കയ്യിലുള്ളത് അവർക്കറിയില്ല. പത്രത്തിലൂടെ വന്നില്ലേറിയാ? ചാവും ചാവും എന്ന് പറഞ്ഞിട്ട് ആ കിളവൻ ചാകണില്ലേ? उससे मन नहीं समझ रहा है। प्रे करने के लिए बोल रहा है, उसकी डेथ के लिए। ഒന്നും പറയാനില്ല. 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മൈലുകൾക്കപ്പുറത്തും ദാമോട്ടം വന്നിരിക്കുക. എന്തെങ്കിലും ഒരു അങ്ങനെ ഞാൻ ഒടുവിൽ ഒരു നല്ല നിലയിലായി അമ്മാവ. എങ്ങനെ? ലോട്ടറി അടിച്ചു? വരും അമ്മാവ, എല്ലാം പറ. വേണ്ട വേണ്ട, എനിക്ക് 10 രൂപ കയ്യിലുണ്ടെങ്കിൽ ഈ നാട്ടിൽ ഏത് നാറിക്കും കാറ് കിട്ടോടാ നാറി. അമ്മാവനെ यार उसको बाहर खींच रहा। കാശുണ്ടെങ്കിൽ അതിന് തെളിവ്. എന്താ നിന്റെ ഇപ്പൊ ജോലി? ജോലി ഇപ്പം കുറുപ്പേന്റെ. ആട്ടെ, അയാളുടെ തലയ്ക്ക് വല്ല വട്ടുമുണ്ടോ? ഇതുവരെ ഇല്ല. എങ്കിൽ ഉടനെ വന്നോളൂ. മോനെ ദാമു, നിന്റെ വെടി उसके अंदर घुस रहा है। കൊഞ്ഞനും കുത്തൂല്ലടാ മോനെ. സമ്മതിക്കുന്നു. 2 മാസം മുൻപ് വരെ ഞാനൊരു പെണ്ണ് ഇറങ്ങിയായിരുന്നു. ആഫ്റ്റർ മുഴുവൻ ബ്ലാക്ക്. അകത്തായി പോടാ ചെറുക്ക. കള്ളപ്പണ ഏർപ്പാട് ഇവിടെ നടക്കില്ല.
ന് വില കൽപ്പിക്കുന്ന ഒരു സമൂഹത്തിൽ ഞാൻ ജനിച്ചുപോയി. ഈ സ്ഥലം ഞാൻ എടുത്തോളാം കളവാ. कैसे बात कर रहे हो? എന്റെ കൺസെപ്റ്റ് ഇതുവരെ മാറിയിട്ടില്ല. ഓക്കെ, ശോഭേരായൻ സാരിയും പാവാടയും ധാവണിയും ഒന്നും ധരിക്കുന്നില്ലല്ലോ. പക്ഷേ നിങ്ങളുടെ വേഷം പലപ്പോഴും ബോറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. हाँ वही तो जोगा के जैसे लग रही है. സംസ്കാരങ്ങൾ തമ്മിലുള്ള അന്തരമാണ്. ഇതിനു മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ കൂടി അറിയാനുണ്ട്. അതറിഞ്ഞ കെട്ടോ? ഞാൻ ശ്രമിക്കാം. പക്ഷേ കെട്ടാൻ പോണ പെൺകുട്ടി സൈക്കോളജി ബേസ് ചെയ്തിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. കൗമാരത്തിന്റെ കളിമുറ്റത്ത് കാലെടുത്ത് വെക്കുമ്പോൾ ഏതൊരു പെൺകുട്ടി ओ झूठ भी बोल रही है उसका. കോളേജിൽ പോകാൻ നേരത്ത് കാല് പടി തട്ടിയൊന്ന് വീണിട്ടുണ്ട്. അടുത്ത ചോദ്യം. പുരുഷന്മാരയക്കുന്നു तो था. ഇരുന്ന എല്ലാ ലെറ്റേഴ്സും ലവ് ലെറ്റേഴ്സ് ആയിരുന്നു. ഓഹോ, ഇനി ഒന്നുകൂടെ ചോദിക്കാം. പറയാം. നിങ്ങൾക്ക് വട്ടുണ്ടോ? വേറൊരു ഡ്രൈവറോ? അന്തസ്സുള്ള ഒരു ഡ്രൈവർ ഇപ്പൊ വരും. इसकी बात कर रहे हो. वो इसको मेट समझ रहा था ना. അമ്മയോട് പറഞ്ഞോ? ഞാനങ്ങനെ തെറ്റിദ്ധരിച്ചു പോയി. ക്ലാസ് തുടങ്ങി. इस लड़की को पता है ना शायद. है? इस लड़की को पता है ना शायद उसको पता है कि मतलब ये जो है ये मतलब ये उसको बेटा समझ रही है उनका. हाँ हो सकता है शायद. വെറൊരു ഡ്രൈവർ. എനിക്ക് ആളിന്റെ തനിരൂപം മനസ്സിലാവുകയും ചെയ്തു. ശരി, സമ്മതിച്ചു. ഇനി എന്താ അതിനുള്ള ശിക്ഷ എന്ന് മാത്രം പറഞ്ഞാൽ മതി. देखो प्रिटेंड के लिए मना कर रही है. എന്ന് കേട്ടാൽ പെൺകുട്ടികൾ വീണുപോകുന്നാണ്. ഓ, ധവാൻ സാറിനെ പറ്റിയാണോ? എന്താ വല്ല പ്രശ്നം ഉണ്ടായോ? എന്റെ സ്വഭാവം ദൂരെ നിന്ന് നോക്കി പഠിച്ചോ? വെറുതെ ഒരു രസത്തിനെന്ന് വെച്ചോ? ആയിക്കോട്ടെ. ഈ നാടകങ്ങളെ പറ്റി കേട്ടപ്പോ ബോറിനാണെന്ന് തോന്നിയെങ്കിലും അഭിനയം इसको पसंद करने लग गई. इसकी पर्सनालिटी अच्छी लगती है उसको. ഇഷ്ടമാണല്ലോ. ഞാൻ കേട്ട പേരാണോ? ഒന്നുകൂടെ പറയൂ. എന്താ പറഞ്ഞ? എനിക്ക് किधर डांस फॉरेस्ट था उस टाइम पे. ഓമക്കുറുപ്പിനെ ചികിത്സിച്ചു. ओ उसको मारने का प्लान बना रहे हैं. ഇനി വേറെ ഐഡിയയുടെ ആവശ്യം വരില്ല. ഹോമക്കുറുപ്പ് ദിവസവും ക്ലബിലേക്ക് സ്വന്തമായിട്ട് ല്ല ഇതാ കാറിടിച്ച് കുറുപ്പ് ചത്താൻ പിന്നെ തന്റെ ടൈം. ഏത് കഴുതയ്ക്കും ഒരു ടൈം വരുമെന്നല്ലേ? उसके ब्रेक फेल कर रहा है. अच्छा उसको तो मारना ही चाहता हो. कर दिया उसने. अच्छा उस दिन भी वो डराना इसलिए डराया उसको. मारना चाहता ना उसको उस दिन ही. शायद हाँ. ഞാൻ വരുന്നില്ല. അത് പറ്റില്ല. ക്ലബിലെ ഡിന്നറിന് आपने डाल लिया अचानक से. അഞ്ചാറ് ലോ പോയിന്റ് സംസാരിക്കണം. പിന്നെ സാർ പോയിക്കോളൂ, ഞാൻ പറയാം. നോ 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 എന്നെ वो तो जाने नहीं दे रहा उसे. जबरदस्ती बिठा रहा उसे. ഇറങ്ങിപ്പോയ കൊന്നുകളെ ഞാൻ. പിന്നെ खुद भी बैठ गया. ओ അയ്യോ, അയ്യോ, മാറണേ, ബ്രേക്കില്ല. ബ്രേക്ക് വിടരുത്, ബ്രേക്ക് വിടരുത്. ब्रेक तो फेल करेगा उसने. ओ മകനെ, അയ്യോ, വണ്ടി വണ്ടി. അയ്യോ, ബ്രേക്ക് പോയില്ല, ബ്രേക്കില്ല. वो कहाँ गया? ये तो बच गया. हाँ मुझे लग रहा है उसी को लगेगी चोट. ബാബുവേ,
ദാമേ, ഇത് ദാമോക്കിയതേ അവിടെ. പെടയ്ക്ക് സാർ ആന്റി ശോഭയെ വിളിക്കൂ. എന്തിനാ? എന്ന് പറയൂ, വിളിക്കൂ. എനിക്ക് വയ്യെന്നേ. എന്നാൽ ഞാൻ ചെന്ന് വിളിക്കാം. വേണ്ട, അവൾക്ക് വിശക്കുമ്പോ അവൾ തന്നെത്താൻ എടുത്തു കല്യാണം കഴിഞ്ഞാൽ ഞാൻ എല്ലാ ശോഭയെ പഠിപ്പിക്കും. ഇന്ത്യൻ മിത്തോളജിയിൽ പറയുന്നത് ഒരു നല്ല ഭാര്യ എന്നാൽ कुछ भी बोलता रहता. उसको भी आगे जबरदस्ती से पकड़ के उसको अपने साथ बिठा के खिलाएंगे ना. ക്യാപിറ്റലുകളല്ല ഉച്ചക്കിറുക്ക. പക്ഷെ ഈ സർദാർ കൃഷ്ണക്കുറുപ്പിന് കിറുക്ക് വന്ന ചെലവനൊക്കെ ഇവിടെ कितना तो बोल गया दोस्तों, उसको पता ही नहीं है कोई है असली. ചക്കരെ Cute. അഡ്വൈസ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ശംഭു ഔട്ട് ഹൗസിലേക്ക് പോകൂ. ശംഭു പോവല്ലേ? ശംഭു ഊണ് കഴിക്കാൻ വന്ന ഇവിടെ ഇരിക്കും ഞാൻ. Bad भैया. എഴുന്നേക്ക്. തനിക്ക് ജോലി വേണോ അതോ ഊണ് വേണോ? ഉണ്ണാനല്ലേ സാർ ജോലി. ഇപ്പൊ എഴുന്നേറ്റാൽ ഭാവിയിൽ നിനക്ക് ഉണ്ണാം. അത് മാത്രം ചെയ്യരുത്. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പൊ ഞാൻ ഇവിടുന്ന് എങ്ങനെ പോകും? വേണ്ട, ഈ ഊണ് ഇവിടെ നിന്നോട്ടെ. സമയമാകുമ്പോ ഞാൻ വന്നുണ്ടോ? ഭാഗ്യ എല്ലാം ഞാൻ കടിച്ചു പിടിച്ചോണ്ട് നിൽക്കണം. എനിക്ക് ചൊറിഞ്ഞോണ്ട് വരത്തും. എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. മോളെ ശോഭെ, നീങ്ങ വാ. वो तो चले गए. उसने तो वहां भेज दिया. എന്തിനാണ് ഇവിടെ ഒരു കുശുചിപ്പ്? അല്ല, ശോഭ ചെന്ന് അവനെ ആശ്വസിപ്പിക്കട്ടെ. എന്നിട്ട് പ്രത്യേകിച്ച് പോടേ. ये इससे लग रहा है कि अभी वो एक्टिंग ही कर रहा है. इसे भी यही पता है, सबको यही पता है. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ ഒരു പാവപ്പെട്ട ഡ്രൈവറാണ്. അർഹതയില്ലാത്തൊന്നും എനിക്ക് ആഗ്രഹിച്ചുകൂടാ. ഞാനും കുഞ്ഞും ഇവിടെ നിൽക്കണ്ട, അകത്ത് തീരെ നിൽക്കണ്ട. പ്ലീസ് ദയവേദി സ്റ്റുപ്പിഡിറ്റി ഒന്ന് അവസാനിപ്പിക്കാമോ? ഉള്ളിലുള്ളത് ഒളിച്ചു വെക്കാതെ തുറന്നു പറഞ്ഞത് എന്റെ ദൗർബല്യാണെന്ന് വിചാരിക്കരുത്. ദേ കുഞ്ഞിനെ പോലെ सॉरी अरे ये मतलब जेन्युइनली लाइक करती है. ये उसे इसलिए करती है लाइक कि वो ये समझ रही कि वो अमेरिका से है. സത്യമായിട്ടും ആ ഭാഗം വളരെ അവ്യക്തമാണ്. ഒക്കെ എനിക്കറിയാം. എനിക്ക് മാത്രമല്ല, അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും അറിയാം. ഉണ്ടോ? നിങ്ങൾ ഇവിടെ എത്തുന്നതിന് മുൻപ് നിങ്ങളുടെ അച്ഛൻ ഫോൺ ചെയ്ത് എല്ലാ വിവരവും പറഞ്ഞിരുന്നു. എന്ത് പറഞ്ഞു? എന്റെ യഥാർത്ഥ സ്വഭാവം. इसे तो कुछ भी पता नहीं था ना. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ അമേരിക്കയിൽ പോയി വിദ്യാഭ്യാസം നേടി വന്നവനല്ലായിരുന്നെങ്കിൽ ശോഭ എന്നെ ഇഷ്ടപ്പെടുമായിരുന്നു? അതിന് നിങ്ങൾ അമേരിക്കയിൽ പഠിച്ചിട്ടുണ്ടല്ലോ. सब सुन सुन लिया रहा है. इसने तो सब सुन लिया. അല്ല, ഡ്രൈവർ ആണെങ്കിൽ ഡ്രൈവർ അല്ലല്ലോ. അല്ല, പിന്നീട് എന്നെ കള്ളനെന്ന് വിളിക്കുന്നത്. ഇത്രയും കള്ളക്കളി കളിച്ചിട്ട് अब समझ में आ रहा है वैसे मैंने तो गड़बड़ कर दी. പക്ഷെ ഞാൻ പിന്നെ അത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. सुन लिया सब. അയാള് തട്ടിപ്പോകുമെന്ന് കരുതി നമ്മൾ കാത്തിരുന്നാൽ ഞാൻ തട്ടിപ്പോയ അന്ന വല്ല പാഷാണോ മരുന്ന് കൊടുത്ത ആളെ കൊല്ലണ്ണ. ഞാൻ പുറത്തിറങ്ങി നടക്കുന്നു. കണ്ടാൽ തോന്നണം ആക്സിഡന്റ് ആണ്. അതിനിപ്പോ എന്താ ചെയ്യാനാ? ആ കോമക്കുറുപ്പിന്റെ വീട്ടിൽ കെട്ടിത്തൂക്കിയിരിക്കുന്ന അണ്ണാ അതിപ്പോ എങ്ങനെ വീഴുവണ്ണ? ആ വീണില്ലെങ്കിൽ അത് ഞാൻ പറയില്ല. എനിക്ക് സാറിന്റെ ഒരു നല്ല ഫോട്ടോ വേണം. എന്നെടുത്തോളൂ. ഒരു മിനിറ്റ്. फिर से कुछ प्लान बना रहा है उसने. उसको मारने का. തല पंखा पंखा ऊपर पंखा है. സ്റ്റൈലായിട്ടിരുന്നാ മതി. ഇപ്പൊ കറക്റ്റ് തങ്ങൾക്ക് മഹാനായ ഒരു മുൻ സെക്രട്ടറി ഉണ്ടായിരുന്നു എന്ന് നേതാജി ക്ലബിലെ ഭാവി തലമുറ മനസ്സിലാക്കിക്കോട്ടെ. അത് നേരെ വന്നു. ഞാനൊന്ന് ചിരിച്ചോട്ടെ. സന്തോഷം. അങ്ങനെ अब उसके साथ खींचेगा फोटो. നോക്കിയില്ല. എന്ത്
പ്രസക്തിയാണ് ദാമോദരൻ. अरे अरे फंस गया फिर से വേണം വേണ്ട. ओ झूमर अच्छा उसने वो झूमर ढीला कर रखा शायद ना. हाँ अब उसको काट देगा वो ओ, शिट അയ്യോ, शिट വേണ്ട, शिट വേണ്ട, വേണം. നമുക്ക് സാറിന് ഒറ്റയ്ക്ക് പോകാം. जब इसे मारने आता है. खुद ही फंस जाता है फिर वो। हाँ. വേണ്ട, ഇടി പോരാ. അയാൾ പറ്റില്ല. അയ്യ, ഒരു അക്ഷരം പറയണ്ട. नहीं नहीं इसलिए जानबूझ के बिठा रखा था उसने उसे वहाँ. ताकि वो मर जाए हाँ. ये प्लान भी फेल उसका വക്കീലേ, എടോ, താനത് രക്ഷിച്ചു. അധികം പറ്റാവുന്നത് ശരിയല്ല. എന്നെ ഓർത്ത് അവരൊന്നും പറയുന്നില്ല എന്നേ ഉള്ളൂ. ഉള്ളി കാണും. എന്നാ ഞാൻ പറയോ? എന്നാ ഞാൻ ഒന്ന് യാത്ര ചോദിച്ചിട്ട് വരാം. അത് വേണ്ട, നിനക്ക് വേണ്ടി ഞാൻ യാത്ര ചോദിച്ചോളാം. അല്ല, इसे वहाँ से भेज रहा शायद ने. നല്ല അഭിപ്രായമല്ല. അതിന് ഞാൻ കുറ്റമൊന്നും ചെയ്തില്ലല്ലോ. നീ ഒരു വായി നോക്കിയാണെന്നാണ് അവരെന്നോട് പറഞ്ഞത്. ധവാൻ സാർ ഒരു जानन दे रहा. വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നു. പിന്നെ എനിക്കിവിടെ ഒരു ഡ്രൈവറുടെ ആവശ്യമില്ല. അത്യാവശ്യത്തിന് വേണ്ട ഡ്രൈവിംഗ് പ്രശ്നമൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. उसे सब सुन लिया ना इस वजह से भेज रहा उसको हाँ. ചീത്ത പറയും, സാരമില്ല, അത് ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞോളാം. എന്നാ പിന്നെ ഞാൻ ഒന്ന് യാത്ര ചോദിച്ചിട്ട് വേണ്ട വേണ്ട, യാത്ര ചോദിക്കണ്ട. ശരി, ഞാൻ പോട്ടെ. അല്ല, വീട്ടിൽ വല്ലതും പറയണം. ഒന്നും പറ. वो उनके पास ही आ रहा शायद ना. എനിക്ക് യാത്ര ചോദിക്കണ്ടേ? ओ അല്ല, താൻ എങ്ങോട്ടാ? ഞാൻ യാത്ര ചോദിക്കാൻ വന്നാണ്. അയ്യോ, എങ്ങോട്ട്? ഇവിടെ ഒരു ഡ്രൈവർ ആവശ്യമില്ലെന്ന് പറഞ്ഞു. എവനാ എന്തൊരു പെർഫോമൻസ്, എവിടെ നിന്ന് കിട്ടി ഇതിനെ? അങ്കിൾ, ഇവൻ ഇവിടെ നിന്നാ പിന്നെ ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. സന്തോഷം. ട്രെയിൻ ഉണ്ട് താ വേണമെങ്കിൽ അത് കഴിക്കും. അങ്കിൾ, കുങ്കിൾ ചുമ്മാ ചലിക്കാടെ. ഓട്ടത്തരം കാണിച്ച അമ്മച്ചി കാണാൻ ഇടിച്ചിന്റെ എന്നെ പോവാൻ സമ്മതിക്കല്ല അങ്കിൾ. उसी का दोस्त आई है. उसी का दोस्त है ने. ദാമോദരനില്ലേ? ഇല്ല മനസ്സിലായില്ലല്ലോ. എന്റെ പേര് ശിവൻ. ശിവനോ? ये जानते इसको അല്ല, നമ്മൾ തമ്മില് ഇതിനു മുമ്പ് എവിടെ पर ये उसे नहीं जानता. कहाँ देखा इसने उसको ये उसे कुछ और समझ रही है शायद. शायद हाँ. എന്തോ ഒരു വശക്കേടി. വക്കീലേ, ഇത് കോടതിയല്ല, കള്ളം പറയും, മനസ്സിലായി? എന്റെ അമ്മച്ചിയുടെ സ്വത്ത് ഞാൻ കണ്ടേച്ചാ എന്നിട്ട് ഞാൻ ഇങ്ങ് പോന്നു. ശിവ, ശിവ, ഏത് ശിവൻ? പരമശിവൻ, നിന്റെ അനിയ ശിവൻ. इसका भाई इसलिए वो जानते थे ചേട്ടാ, എന്നോട് ക്ഷമിക്കൂ ചേട്ടാ. ചേട്ടാ, എനിക്കെടാ പുല്ലേ, ഞാൻ നിന്റെ ചേട്ടനോട് ഏത് കുഴപ്പമില്ല, എവിടെയാ വിളില്ലേ? ചേട്ടാ, ചേട്ടനോട് പറയാതെ പോ. സ്വന്തം ചേട്ടനെ കാണാതായപ്പോ അനിയൻ അന്വേഷിച്ചു വന്നു. ഇനി താമ ഒരു അക്ഷരം വേണ്ടി പോയത്. എവിടെ പോയിരുന്നോ നീ? പത്രം, മുദ്രപത്രം, അഡ്വക്കേറ്റ്, വക്കീൽ കോട്ട്, എന്റെ ഹൃദ്രോഗം മറക്കരുത് ചേട്ടാ. ചേട്ടാ, സ്വന്തം അനുജനോട് സ്നേഹം ഉണ്ടായിരുന്നെന്ന് വക്കീൽ വെറുതെ ഭാവിക്കായിരുന്നു അല്ലേ? എന്നിട്ട് കണ്ടു. ओ അയ്യോ, जानबूझ के कर रहा है एक्टिंग गलत जगह हाथ लगा रहा था. നീ എവിടെയായിരുന്നു?